السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. يا من خلق بحب الله، يا من خلق بنور الله، يا سيدنا المكي مدني لله. نرجو بركاتك يا بحياتنا يا نور الله، نور الله. قال سيدنا محمد صلى الله عليه وسلم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. قال رسول الله صلى الله عليه وسلم: وأن الحج يهدم ما كان قبله. قال سيدنا محمد صلى الله عليه وسلم. ബഹുമാനമുള്ള പിതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിദ്യാർത്ഥികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ മുഴുവൻ ആളുകളെയും അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. ഈ പള്ളിയെ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഈ പള്ളി വെച്ച കാലം മുതൽ ആരെല്ലാം ഈ പള്ളിയെ സഹായിച്ചോ അവർക്കെല്ലാം അല്ലാഹു ഒറ്റമില്ലാത്ത ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ കുറിച്ചാണ്. എന്താണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം? മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിൽ നിന്നും ഇതാ ഹജ്ജിന് വേണ്ടി ഓരോരുത്തർ യാത്ര പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും, എന്റെ ജീവിതത്തിലും എനിക്കൊരു ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കും പരിഹാരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്വർണ്ണവിപ്ലവം കുറിച്ചുകൊണ്ട് പറയുകയാണ്: ഒരാൾ മരിക്കുന്ന സമയം അവന് മുതലാലും തടിയാലും കഴിവാലും അവൻ ഹജ്ജ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ട് അവൻ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മരിച്ചു പോകട്ടെ, അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മരിച്ചു പോകട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് തന്നെ മതി ഹജ്ജിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ. വീണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്: വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കണേ. മുഅ്മിനീങ്ങളെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപത്തിൽ ഖസ്ദ് കരുതുക എന്നാണ് ഹജ്ജിന്റെ അർത്ഥം. വശറഅൻ ശറഇൽ എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ? ഖസ്ദ് ബൈത്തുല്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ ഭവനം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുന്നതിനാണ് ശറഅൻ മതത്തിന്റെ സാങ്കേതികാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹജ്ജ് നിർബന്ധമാണ്. ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്: വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ.
വലില്ലാഹി അല്ലാഹുവിനോട് ബാധ്യതയുണ്ട് അലിന്നാസ് ജനങ്ങളുടെ മേൽ ഹിജ്ജുൽ ബൈത്തി അവന്റെ ഭവനമാകുന്ന കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യൽ ഓരോ മുസ്ലിമായ മനുഷ്യനും ആവശ്യമാണ്, നിർബന്ധമാണ്. ആർക്കാണ് നിർബന്ധമാകുന്നത്? അടുത്ത വരിയിൽ പറയുകയാണ് മനിസ്തതാഅ ഇലൈഹി സബീലാ. മനിസ്തതാഅ ഇലൈഹി സബീലാ, മുതലാലും തടിയാലും വലിയാലും സൗകര്യമായവന്. ഒരു മനുഷ്യന് നല്ല സാമ്പത്തികമുണ്ട്, ആ മനുഷ്യനത് ആരോഗ്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല. ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ട്, ആ മനുഷ്യന് തനിക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല ആരോഗ്യവുമുണ്ട്, നല്ല സമ്പത്തുമുണ്ട്, ആ മനുഷ്യനെന്തില്ല, വലിയ സൗകര്യമില്ല, പ്ലെയിനെല്ലാം നിർത്തിവെച്ചിരിക്കുന്ന സമയമാണ്. നമ്മൾ കണ്ടില്ലേ കൊറോണ സമയത്ത് ഒരു പ്ലെയിനും ഓടാതിരുന്നത് പോലെ. അങ്ങനെ ഒരു കാലഘട്ടത്ത് നമ്മളിലേക്ക് വരുന്നൊരു ടൈമിലാണെങ്കിൽ അവനും ആ സമയത്ത് ഹജ്ജ് നിർബന്ധമില്ല. മുഅ്മിനീങ്ങളെ, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും കാഫിറായി കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ലോകത്തിലെ രക്ഷിതാവായ അല്ലാഹുവിന് അതൊരു കുഴപ്പമില്ല, അല്ലാഹു സമ്പന്നനാണ്. നമ്മൾ ഹജ്ജ് ചെയ്യണമെന്നോ നമ്മൾ നിസ്കരിക്കണമെന്നോ നമ്മൾ നോമ്പ് പിടിക്കണമെന്നോ ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹു അതിൽ നിന്നെല്ലാം സമ്പന്നനാണ്. ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചു കൊടുത്ത ഹബീബായ തങ്ങൾ തന്റെ സഹാബത്തിന് ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് ചോദിച്ചു, മനിസ്തതാവോ, ആരാണ് ഈ കഴിവുള്ളവനെന്ന് പറഞ്ഞാൽ ആരാണ് നബിയെ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വസാദു റഹിലാ. ഭക്ഷണവും വാഹനവും ഒരു മനുഷ്യന് റെഡിയായിട്ടുണ്ടോ? ഒരു മനുഷ്യന് ഭക്ഷണമുണ്ട്, അവൻ പോകുന്ന വഴി അവന് കഴിക്കാൻ ഭക്ഷണം, അവൻ പോയി തിരിച്ചു വരുന്ന സമയത്തേക്ക് അവന്റെ വീട്ടുകാർക്ക്, അവന്റെ മാതാപിതാക്കൾക്ക്, ഭാര്യ സന്താനങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ള മുതലും സമ്പത്തുമുണ്ടോ? അവന് വാഹനം റെഡിയായിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് വാഹനം റെഡിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിനിൽ പോകാനുള്ള പൈസ അവന് റെഡിയായിട്ടുണ്ടോ? എങ്കിൽ അവനെ ഹജ്ജ് ചെയ്യണം. മുതലാലും തടിയാലും വഴിയാലും ഒരു മനുഷ്യന് കഴിവ് വന്നു കഴിഞ്ഞാൽ അവന് ഹജ്ജ് നിർബന്ധമാകുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഹജ്ജ് നിർബന്ധമായെന്ന് പറഞ്ഞ് കടം മേടിച്ചാലും ഹജ്ജിന് പോകേണ്ടതില്ല, പലിശ മേടിച്ചുമാരും ഹജ്ജിന് പോകേണ്ടതില്ല. കടമുണ്ട്, ഒരു മനുഷ്യന് കടമുണ്ടെന്ന് വിചാരിക്കുക, 10 ലക്ഷത്തിന്റെ കടമുണ്ട് എങ്കിൽ ആ മനുഷ്യന് ഹജ്ജ് നിർബന്ധമാവുകയില്ല. അവന് സക്കാത്തിന്റെ അവകാശിയായി എണ്ണാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരു മനുഷ്യന് 10 ലക്ഷത്തിന്റെ കടമുണ്ട്, ആ മനുഷ്യന് തന്നെ 25 ലക്ഷത്തിന്റെ ആസ്തി ഉണ്ടെങ്കിൽ തന്റെ വീടും താൻ താമസിക്കുന്ന സ്ഥലവും അന്നന്ന് ജീവിക്കാനുള്ള വകയുണ്ട്. അവൻ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവന് വേറെ 25 ലക്ഷത്തിന്റെ സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ 25 ലക്ഷത്തിന്റെ സ്ഥലം വേറെയുണ്ട്, അല്ലെങ്കിൽ അവനൊരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കട കൊടുത്താൽ 10 ലക്ഷം രൂപ അവന് കിട്ടുന്നതാണ്. എങ്കിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവൻ ആ പെട്ടിക്കട വിറ്റിട്ട് അവന് ഹജ്ജിന് പോകണം. അവന് ഞാനാണ് പെട്ടിക്കട വിറ്റിട്ട് ഹജ്ജിന് പോകേണ്ട ആള്. അവനൊരു വീടുണ്ട്, ചെറിയ കൂരയുണ്ട്, അതിൽ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, 10 സെന്റ് പുരയിടമുണ്ട്. എന്നിട്ട് ആ പെട്ടിക്കട അവന് വിറ്റ് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുന്നത് വരെ അവന്റെ വീട്ടുകാർക്കും അവനുള്ള ഭക്ഷണത്തിന്റെ ചെലവ് അതിലുണ്ടെങ്കിൽ, ഹജ്ജ് ചെയ്യാനുള്ള പൈസ അതിലുണ്ടെങ്കിൽ അവൻ ആ ഹജ്ജ് ചെയ്യണമെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരു മനുഷ്യൻ കച്ചവടക്കാരനാണ്, ആ കച്ചവടക്കാരന് ഒരു വീടുണ്ട്, ഒരു നല്ല സ്ഥലമുണ്ട്. അവൻ ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ അവന്റെ കച്ചവട സ്ഥാപനം വിറ്റാൽ അവന് കിട്ടുമെങ്കിൽ അവന്റെ കച്ചവടത്തിന്റെ മുഴുവൻ ധനവും ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കൽ നിർബന്ധമാണെന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി ആ ഹജ്ജിനൊക്കെ പോയിട്ട് വരുമ്പോൾ അവന്റെ കച്ചവടം പൊട്ടിപ്പോലീസായി പോയി കഴിഞ്ഞാലും പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യും റബ്ബേ? എന്റെ മക്കള് പട്ടിണിയായി പോകുമല്ലോ, എന്റെ ഭാര്യ പട്ടിണിയായി പോകുമല്ലോ, എന്റെ മാതാപിതാക്കള് പട്ടിണിയായി പോകുമല്ലോ റബ്ബേ എന്ന കാര്യത്തിൽ അവൻ വിഷമിക്കുകയാണെങ്കിൽ പോലും അവന്റെ കച്ചവടം പൊട്ടിപ്പൊളിഞ്ഞ് പാലീസായി പോവുകയാണെങ്കിലും അവന് ഹജ്ജിന് പോകണമെന്ന് എന്ന കിതാബിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും മഹാനവറുകൾ തുർബയുടെ കിതാബിൽ എഴുതി വെക്കുകയാണ്, لأنه والحج لا ينظر في المستقبل
ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്നത് തന്റെ കച്ചവട സ്ഥാപനം വിറ്റിട്ടാണെങ്കിൽ അവൻ തന്റെ ഭാവിയിലേക്ക് നോക്കേണ്ടതില്ല. ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ റബ്ബേ എനിക്ക് ജീവിക്കാൻ കഴിയുമോ, എന്റെ ആകെയുള്ള ആസ്തി വിറ്റിട്ടാണല്ലോ നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരുന്നത് എന്നവൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാലം നിന്നെ പോറ്റിയ റബ്ബ് ഇനിയും പോറ്റുന്നതാണ്. അള്ളാഹുവിനറിയാം ഭക്ഷണം തരാനും. അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ അവന്റെ ഹജ്ജ് നിർബന്ധമായും അവൻ മരിച്ചുപോയാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അവൻ കാഫിറോ യഹൂദിയോ നസ്രാനിയോ ആയി മരിച്ചു പോകുന്നതാണ്. ഇനി ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാൻ മരണപ്പെട്ടുപോയി, അവന് മക്കളുണ്ട്, ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവന് നല്ല സാമ്പത്തികമില്ല, അവന് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ആ മനുഷ്യന് നല്ല സമ്പത്തുണ്ടായിരുന്നു, ആ മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അറിവിന്റെ കുറവ് കൊണ്ട് ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തില്ല, ആ മനുഷ്യന് മരണപ്പെട്ടു പോവുകയാണ്. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആദ്യമായി തന്റെ മക്കള് നോട്ടമിടുന്നത് അയാളുടെ സമ്പത്തിലേക്കായിരിക്കും. ഇതൊന്ന് ഭാഗം വെക്കണം. ആ ഭാഗം വെക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അനന്തരാവകാശം പങ്കിടാൻ പാടില്ല എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവന്റെ ഹജ്ജിന്റെ പൈസ എത്രയാണോ അതെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ആ അനന്തരസ്വത്ത് വായിക്കാനെന്ന് മഹാനവറുകൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് തെളിവുണ്ടോ എന്ന്. അതേ തെളിവുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉഖ്തി, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു നബിയേ, നവറത്ത് അൻ ഹജ്ജ, അവളൊരു ഹജ്ജിനെ നേർച്ചയാക്കി. അവൾ ആദ്യം ഒരു ഹജ്ജ് ചെയ്തവളാണ്, അവള് രണ്ടാമതൊരു ഹജ്ജിനെ നേർച്ചയാക്കി. അവളങ്ങ് മരിച്ചുപോയി നബിയേ, അവൾക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, ലൗ കാന അലൈഹാ ദൈൻ അകുന്ത ഖാദിം, നിന്റെ സഹോദരിക്ക് ഒരു കടമുണ്ടെങ്കിൽ നീ വീട്ടുമോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ നബിയോട് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു കടമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അത് വീട്ടുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫഖദ് ദൈനല്ലാഹ്, ഇനി നീ അല്ലാഹുവിന്റെ കടം വീട്ടിക്കോ, ഫഹുവ അഖുബിൽ ഖദാ, കടം വീട്ടാൻ ഏറ്റവും അർഹനായവൻ അല്ലാഹുവിന്റെ കടമാണ്. എന്നിട്ട് ഞാൻ ഈ സൃഷ്ടികളുടെ കടം വീട്ടേണ്ടത് ഏറ്റവും അർഹതയുള്ളത് അല്ലാഹുവിന്റെ കടമാണ്. അതുകൊണ്ട് നിന്റെ പെങ്ങൾക്ക് വേണ്ടി നീ ആ ഹജ്ജ് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളെപ്പോഴും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്മിനീങ്ങളെ, ഇനി നമ്മുടെ ഇടയിൽ പൈസ ഇല്ലാത്ത ആളുകളുണ്ടാവും, അരപ്പട്ടിണിയുമായി കഴിയുന്ന ആളുകളുണ്ടാവും, അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, എന്നാലും പൈസ തികയാത്ത ആളുകൾ. ഉസ്താദേ, എനിക്കൊരു ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ കയ്യിൽ പണമില്ല, വല്ലാത്ത ഭൂമി എനിക്കുണ്ട്, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്തില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരു നല്ല മാർഗം പറഞ്ഞു തരട്ടെയോ? മുഅ്മിനീങ്ങളെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മജ്ലിസിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നിയത്ത് ചെയ്യുക, അടുത്ത വർഷം ഞാൻ ഒരു ഹജ്ജ് ചെയ്യുമെന്ന് നിയത്ത് ചെയ്യുക. എന്റെ കയ്യിൽ പൈസ എടുത്തു വന്നാൽ അടുത്ത വർഷം ഞാൻ ഒരു ഹജ്ജ് ചെയ്യുമെന്ന് നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നിമിഷം തന്നെ നന്മയുടെ റെക്കോർഡിൽ ഹജ്ജിനുള്ള പ്രതിഫലം എഴുതി വെക്കുന്നതാണ്. ഇനി അവനൊരു ഹജ്ജ് അടുത്ത വർഷം അവന്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അവനൊരു ഹജ്ജ് ചെയ്താലോ? ഒന്നിന് 10 പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അവന് 11 ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരും നിയത്ത് ചെയ്യുക, അടുത്ത വർഷം ഞാൻ എന്റെ കയ്യിൽ നല്ലൊരു സംഖ്യത്താൽ ഞാനൊരു ഹജ്ജ് ചെയ്യുന്നതാണെന്ന്. മുകളിലുള്ളവരും താഴെയുള്ളവരും ചെറിയവരും വലിയവരും പ്രായമായവരും പ്രായം കുറവുള്ളവരും
ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ കരുതണേ, നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന ചില സാധുക്കളായ ആളുകൾ ചോദിച്ചു, നബിയേ, പണക്കാരെ ഹജ്ജ് ചെയ്യുകയാണ്, അവർ ഉംറ ചെയ്യുകയാണ്, അവർ ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്, അവരെ ധാരാളം സദഖകൾ ചെയ്യുകയാണ്, പാവങ്ങളെ സഹായിക്കുകയാണ്, ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് സമ്പത്തുകൾ ചെലവഴിക്കുകയാണ്. നബിയെ, ഞങ്ങൾക്ക് അതൊന്നും കഴിയുന്നില്ല നബിയെ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, ഞങ്ങൾ മിസ്കീന്മാരാണ്, ഞങ്ങൾ ഫക്കീറന്മാരാണ്, ഞങ്ങൾ എന്ത് ചെയ്യും നബിയേ? ഫക്കീർമാരായ ഒരു സംഘം സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പരാതി പറഞ്ഞതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുസല്ലൂന കമാ നസല്ലി, അവർ നിസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുക. യസൂമൂന കമാ നസൂമു, അവർ നോമ്പ് പിടിക്കുന്നത് പോലെ നിങ്ങൾ നോമ്പ് പിടിക്കുക. വലഹും ഫദലുൻ മിൻ അംവാലിൽ യുഹിബ്ബൂനഹാ, എന്നാൽ അവരെന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചോ അതിന്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഹജ്ജിന്റെയും ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾക്ക് ഉംറയുടെ അവർ ചെയ്ത സദഖയുടെയും പോലുള്ള പ്രതിഫലം നേടിയെടുക്കാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന് 33 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ നല്ല കഴിവുണ്ട്, വയ്യാലും നല്ല സൗകര്യമുണ്ട്, പക്ഷേ ഉസ്താദേ സമ്പത്തില്ല എന്ന് പറഞ്ഞ് പരിഭവപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു മാർഗമാണ് എല്ലാ നിസ്കാരവും ജമാഅത്തായി നമസ്കരിക്കുകയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ 5 വഖത്ത് നമസ്കാരം പള്ളിയിൽ വന്നുകൊണ്ട് ശുദ്ധിയോടുകൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു പരിപൂർണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളെല്ലാവരും കഴിവിന്റെ പരമാവധി ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ സഹായിച്ചവർ, നമ്മളുമായി സഹകരിച്ചവർ, ഈ പള്ളിയുമായി ഇത് തുടങ്ങിയ കാലം മുതൽ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സഹായിച്ച ആരെല്ലാം ഉണ്ടോ, അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ അറ്റമില്ലാത്ത ഐശ്വര്യം കൊടുക്കണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിൽ അറ്റമില്ലാത്ത ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളും ആലിമീങ്ങളും ഈ ലോകത്തും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി കൊടുക്കണേ റഹ്മാനെ.